ഉമ്മ നിങ്ങളെ ഈ മോൻ കഴിച്ചിലാവണം. ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ്സോട് കൂടി ഈ റിയാസ് വലിയൊരു ബിസിനസ് മാൻ ആവും. നിങ്ങൾ നോക്കിക്കൂടി. ഉമ്മ കജ്ജിലുള്ള കായ് തരി, 2000 റുപ്യ തരി. ബിസിനസിന്റെ ഇതിനും വേണ്ടി അയാൾക്ക് കായ് കൊടുക്കണ്ടേ? 2000 റുപ്യക്ക് എത്ത് ബിസിനസ്സാ മോനെ? നിങ്ങൾ ബേജാറാവില്ലേ, നമ്മൾ കായ് തരും. നിങ്ങളെ നോക്കാൻ ഈ പൊന്നുമോൻ ഇവിടെ ഉണ്ടല്ലോ. അയൽക്കൂട്ടത്തെ പൈസ കൊണ്ട് ബിസിനസ് അയച്ച് മനസ്സിലായി. അയൽക്കൂട്ടത്തെ കായ് ആണെന്നൊക്കെ ചറി. ഉമ്മ കായ് തരിമ്മ, 2000 റുപ്യ തരി. ഞാൻ ഈ മടാങ്കത്തിയായിട്ട് ഒരു കൊത്തേക്കാരൻ ജിന്നെ കൊണ്ട് വല്ലാതെ അങ്ങോട്ട് വർത്താനം പറയിപ്പിച്ചണ്ട. എടാ ഇജ്ജ് ഇതേപോലെ തന്നെ അല്ലേ പിന്നെ പണിക്കോവാന് വണ്ടി ഇല്ല, ഉമ്മ വണ്ടി എടുത്തരി, ചങ്ങായിമാർക്കൊക്കെ വണ്ടിയാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഇജ്ജ് വണ്ടി എടുപ്പിച്ചു. അതിൻ്റെ അടവ് ഞാൻ ഒന്നും അടിച്ചോണ്ട് നിൽക്കുകയാണ്. എടാ എൻ്റെ ഒപ്പമുള്ളതാണല്ലോ ആയിച്ചൂൻ്റെ മോനെ. എന്തോ ഒരു മട്ടത്തിൽ ആ സോട്ടും കൂട്ടൊക്കെ ഇട്ടിക്കാണ്ട് പണിക്കുണ്ട്. എൻജിനീയർ ആണല്ലോ. ആരോടാ ഞാൻ ഈ പറഞ്ഞു? എന്നോടന്നല്ലേ ഈ പറണ്ട്. ആയിച്ചൂന്റെ മോനെ ആയിച്ചൂനെ 5 പവനത്തിന്റെ ഒരു തൊരടിന്റെ മാല ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു ഉമ്മന്നാണല്ലോ. ഇനിയിപ്പോ ഓന്റെ ഉമ്മാനെ പിന്നെ ദുബായി കൊണ്ടുപോകണേ. ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു വെച്ചു, ഇനി പെണ്ണുങ്ങളെയും കൊണ്ടുപോകും. ഏതായാലും ഒരു ഭാഗ്യം തന്നെയാണ് മക്കളെ. ഈ ഒരു സംഗതി എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയി? ഒരു തെക്കടിക്ക് തീരാത്ത ഒരു ചങ്ങായി. എത്തിനാ നിങ്ങൾ ഈ ചങ്കു കുത്തണ വർത്താനം പറഞ്ഞത്? ഒരു പെണ്ണെട്ടാൻ വരെ ഓനക്ക് 10 പൈസ ഇല്ല. പെണ്ണിട്ടാൻ ഇത്ര തോനെ കായാണ്? മാണ്ട ചിരിച്ചെടുത്താ മതി. കായ്ക്ക് പൂതില്ലാത്ത പെണ്ണിനെ മതി. അത് ഏത് പെണ്ണ്? കണ്ടച്ചേക്കണല്ലോ. ഫോട്ടത്തിലാ കണ്ടച്ചേക്കണ്ട്. ഞമ്മക്ക് നല്ല മുതലുണ്ടല്ലോ അല്ലേ? ഞമ്മക്ക് മുതലില്ലേച്ചിട്ടാ ഓക്ക് ഇന്ന ഇഷ്ടാണല്ലോ. ആലന്തൂലിയാവിൽ ഇത്രയും വലിയ പൊട്ടത്തിയാളൊക്കെ ഉണ്ടാ? അത് ഈ നാട്ടില് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂത്തട്ട് താലോലം താരാട്ട് ഏത് ഈറാണെങ്കിൽ എന്റെ അമ്മച്ച് കായും തരും. എന്റെ അമ്മ ഈറടിച്ചാല് ഈ മൂന്ത കടന്നല് കുത്തിയത് എന്തോരു ചുരുക്കാണ്. കടന്നല് കുത്തിയാണ്ടല്ലോ ചോന്ത നിറം. കണ്ടാ ഞാൻ പോയി വെക്കട്ടെ. ആ പേഴ്സില് ഞാൻ വെച്ചീനു, അത് അവിടെ തന്നെ ഉണ്ടാന്നാവോ? എന്നാ 2000 ആയിക്കോട്ടമ്മ. ഞാൻ ബിസിനസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വെറ്റട്ടാ. നിങ്ങൾ തോരനൂടി ഒക്കെ ശരിയാവും. ഞാനൊരു കാര്യം മറന്നു. പെട്രോൾ അടിച്ചാല് ഞങ്ങളൊക്കെ 200 റുപ്യ ഉണ്ടാവും. എന്റെ മൂന്ത കുറ്റിക്ക് അടിച്ചാലേ 10 പൈസ ആർക്കും കൊടുക്കണ്ട. വല്ലാത്തൊരു സാധനം തന്നെ. മുന്നോട്ടുള്ള ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതാണ്. അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്നിക്കില്ല. എന്റെ അമ്മ തന്ന ഈ 2000 റുപ്യക്ക് എനിക്ക് വിജയിക്കണം. ഈ മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് അതാണ് എന്റെ ലക്ഷ്യം. ഉമ്മാന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. അത് സാധിച്ചു കൊടുക്കാൻ പിന്നെ ഞാനൊക്കെ എത്തിന. അതുകൊണ്ട് ഉമ്മാന്റെ കൗത്തില് 5 പവന് 10 പവനത്തിന്റെ ഒരു മാനന്നെ കിടക്കണം. അതൊരു വാശി തന്നെയാണ് എനിക്ക്. ഈ ബിസിനസ്സിൽ വിജയിച്ചതിനെ പറ്റും. കല്യാണമൊക്കെ കഴിച്ച് ഉഷാറായി സെറ്റാവും. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ഈ നാട്ടിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ കുവൈത്തേക്ക്. അവിടെ സെറ്റല്ലേ ഉമ്മ, ഞാന്, പെണ്ണുങ്ങള്. ജഗ പുകല്ലേ ജീവിതം. ഉമ്മാൻ ആര് കണ്ടാലും റിയാസിന്റെ അമ്മല്ലേ എന്ന് ചോദിച്ചാൽ അതാണ് എന്റെ ലക്ഷ്യം. ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ഇത്രയോ ജാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ ബിസിനസ് മീറ്റിംഗ്. അയാളൊക്കെ പേച്ചതാണ്. ഒന്നും കൂടി കേട്ടോക്ക. തെണ്ടി വേറെ ഇല്ല. പിന്നെയും തെണ്ടി. ഉമ്മ തന്ന 2000 റുപ്യ പോയ പോക്കാണ്. അല്ല ആരും പോവല്ലേ? അയ്യൂബ എന്റെ 2000. അന്റെ ഒരു 2000 10,000 പോയിക്കണേ. അല്ലടാ എന്റെ അമ്മ എനിക്ക് തന്ന കായാണ്. ഇനി പെരി കടക്കാൻ പറ്റൂല. എല്ലാരും അവസ്ഥ അതന്നെയാണ്. അല്ല ആരും പോവല്ലേ? ഈ തെണ്ടിന്ന് പറഞ്ഞ അയാളോടെ? അയാളെ തപ്പണ്ട, അയാളെ പോയാ? ഹലോ, ഇവിടെ കിടന്ന് മോങ്ങാതെ പേരി പോയി കരയാൻ നോക്കി. ഇവിടെ നിന്നാ നിലവിളിച്ചല്.
ഞാൻ ഇനി പെരീക്ക് പോണില്ല. അതെന്താണ്? എന്റെ അമ്മ മടാങ്കത്തിയിട്ട് വെട്ടില്ല. ഇവിടെ നിന്ന് അയലാറ് വെട്ടും കുത്തുണ്ടാവും. ഞാൻ പോകാൻ നോക്കി. തെണ്ടിയായി പോയില്ല ഞാന്. ഇപ്പളാ ഞാൻ തെണ്ടിയായത്. എന്തൊക്കെ സ്വപ്നങ്ങളിലും ഉമ്മാക്ക് 10 പവനത്തിന്റെ മാല ഞാൻ വാങ്ങും. കുവൈത്തേക്ക് ഞാൻ പോകും. പെണ്ണെട്ടും പെണ്ണുങ്ങളായിട്ടും പോവും, ഉമ്മാനായിട്ട് പോവും. ഒക്കെ പോയില്ലേ, എല്ലാം പോയി. ഇനി എനിക്കൊരു ബിസിനസ്സും ഇല്ല. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് ഞാൻ പോവില്ല. ഇജ്ജ് വന്നാ? ഇമ്മ തെണ്ടി. ഉമ്മാന്റെ 2000 റുപ്യ വാങ്ങിക്കാണ്ട് ഉമ്മാന്റെ മൂത്തോക്കി തെണ്ടി. എന്റെ മൂന്ത കണ്ടാൽ തന്നെ അറിയാം 2000 റുപ്യ തൂത്തുപ്പിക്കും. ഔത്തുക്കും കണ്ട് പോരെ, ചക്കാക്കൂട്ടാനും കഞ്ഞിയും കുടിച്ചഞ്ഞി. മക്കളെ പോവല്ലിട്ടാ. നമ്മളെ ചാനലുണ്ട് മലപ്പുറം ബുഷ്റ. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്നും കൂടി നോക്കി കാണി. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി, ഷെയർ ചെയ്തോളി, ഒക്കെ ചെയ്തോളിട്ടാ.